കാവൽ. അമ്മ സാരി ഉടുക്കുമ്പോ മകള് ചുരിദാറിടുന്നു, അത്രേ ഉള്ളൂ. വലിയ വ്യത്യാസമൊന്നുമില്ല. തള്ളയുടെ ചന്ത സംസ്കാരമേ മോൾക്കും കിട്ടൂ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കഷ്ടം. ഇദ്ദേഹം ഇന്ന് നമ്മുടെ ഗസ്റ്റാണ്. നീ തന്നെ ഒരു ചായ പ്രിപ്പയർ ചെയ്ത് ഇദ്ദേഹത്തിന് കൊടുക്കണം. ആൻഡ് വെൽക്കം ഹിം വിത്ത് എ വാം ടീ. ഓക്കെ? വേണ്ട സാർ, ഇങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് പച്ചവെള്ളം വാങ്ങി കുടിച്ചാൽ പോലും അത് വിഷമായിരിക്കും. ഈ പാവങ്ങളുടെ തൊണ്ടേന്ന് അത് താഴോട്ട് ഇറങ്ങില്ല. ഏതായാലും ഇനി നിന്ന് സാറിന്റെ 10 മിനിറ്റ് സമയം നഷ്ടപ്പെടുത്താൻ എനിക്ക് ഉദ്ദേശമില്ല. ഞാൻ പോവാ. മാഡത്തിന് നല്ല നമസ്കാരം. വേറൊന്നും പറയാനില്ല. എന്താ സാൻഡ്ര ഇത്? കോർപ്പറേറ്റ് ഓഫീസിൽ വർക്ക് ചെയ്ത് തനിക്ക് മനുഷ്യത്വം എന്ന സാധനം നഷ്ടപ്പെട്ടോ? ആ പോയ പച്ചയായ മനുഷ്യൻ നമ്മളുടെ ഗസ്റ്റാണ്. കൂടെ പോയത് നമ്മുടെ ജീവനക്കാരി. ജീവനക്കാര് മരമോ കല്ലോ ഒന്നും അല്ല. ദേ ഹാവ് ദെയർ ഓൺ ഇമോഷൻസ്. ആ ഫീലിങ്സ് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ഈ കോട്ടിനും സൂട്ടിനൊന്നും ഒരു വിലയുണ്ടാവില്ല. ഇനിയെങ്കിലും താനും സ്വയം ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. സോറി സാർ. സാങ്ഷൻ ചെയ്തിരിക്കുകയാണ്. ഇതിലൂടെ നമ്മുടെ കമ്പനിക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് കോടികളാണ്. മിനിമം 100 crores ഫോർ ഷുവർ. നോക്ക്, ഇതാണ് അവരുടെ മെയിൽ. ഇന്നിതിന്റെ സന്തോഷത്തിന് നമുക്ക് ഓരോ കപ്പ് ചായ കുടിക്കാം. ആൻഡ് ഐ വിൽ മേക്ക് ഇറ്റ് ഫോർ യു. ജസ്റ്റ് എ മിനിറ്റ്. അഹങ്കാരം ഇന്നത്തോടെ തീർക്കണം. ആ വായാടി സ്ത്രീയും അകത്തുണ്ട്. അവർക്ക് നന്നായിട്ട് കൊടുത്തേക്കണം. കൊച്ചുവെളുപ്പങ്കലത്ത് ആ മാന്യനില്ലേ രവിവർമ്മൻ മുതലാളി, അയാളും വന്നിരിക്കുന്നു അവരുടെ വീട്ടിൽ. രവിവർമ്മൻ സാറോ? എന്തിന്? ആർക്കറിയാം എന്തൊക്കെ കളികളാണ് നടക്കുന്നതെന്ന്. കോട്ടും സൂട്ടും ഇട്ട് അയാൾ വരുന്നു, അകത്ത് കയറുന്നു, നെറ്റിയിൽ കുങ്കുമക്കുറിയിടുന്നു. കുറെ കഴിഞ്ഞ് കൊച്ചു പെണ്ണിനോടൊപ്പം കൊഞ്ചിക്കൊഴിഞ്ഞ് തിരികെ പോകുന്നു. എന്റെ ഭഗവാനെ, കണ്ടിട്ടും കേട്ടിട്ടും തൊലിപൊള്ളുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. സാധനം ചെല്ല്. ഇനി അവർ ഈ കോളനി തല ഉയർത്തി നടക്കരുത്. അങ്ങനെ വേണം പൊളിച്ചെടുക്കാൻ. നടക്കട്ടെ. അത് ഞാൻ ഏറ്റുകേട്ട. അത് രാവിലെ ഒരു കുഴപ്പം പറ്റി. കടയുടെ താക്കോലും മോളുടെ ബാഗിലായി പോയി. പിന്നെ ഞാൻ ഓഫീസിൽ പോയി അത് വാങ്ങിയിട്ടാ വന്നത്. അതുകൊണ്ട് കട തുറക്കാൻ അല്പം താമസിച്ചു. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞേ? അതൊക്കെ അറിഞ്ഞു. നിങ്ങളുടെ പണി നടക്കട്ടെ. മുതലാളി, അങ്ങേര് കടയിലുണ്ട്. രാവിലെ താക്കോല് മോളുടെ ബാഗിലായി പോയി. അതുകൊണ്ട് ഓഫീസിൽ പോയി വാങ്ങിക്കൊണ്ടുവന്ന കട തുറന്നത്. അതാ അല്പം വൈകാൻ കാരണം. അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് പറയാം. ഇതുപോലെ ഉത്തരവാദിത്തമില്ലാത്തൊരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നിട്ട് രണ്ടാളും കൂടി കട പൂട്ടി ഒരുമിച്ചാ വന്നത്.
അപ്പോ അബദ്ധത്തിൽ താക്കോൽ അവളുടെ ബാഗിലായി പോയതായിരിക്കും. അബദ്ധം? അയാൾക്കേ ഈ പണിയല്ല പറ്റിയത്, വല്ല ബ്രോക്കറുടെയും പണിയാ. വൃത്തികെട്ടവൻ. നിർത്തണോ സംസാരം? കൊറേ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഇത്രയും നാള് ഞാൻ തന്നെ മുതലാളിനെ വിളിച്ചിട്ടുള്ളൂ. ഗതികെട്ട ഞാനത് മാറ്റി വിളിച്ചെന്നിരിക്കും. ആണുങ്ങളില്ലാത്ത നേരത്തെ വന്ന് ഒരുത്തം വലിയ വീരവാദം മുഴക്കുന്നു. പണ്ട് താൻ എന്റെ ഭർത്താവിന്റെ കടയിലെ ഓച്ചാനിച്ച് നിന്നൊരു കാലം ഉണ്ടായിരുന്നു. ദേ ഇവിടെ ഈ മുറ്റത്ത് വന്ന് താക്കോലും വാങ്ങിക്കൊണ്ട് കട തുറക്കാൻ കാത്തു നിന്ന കാലം. ശരിയേട്ടാ, അപ്പോ രാത്രി കാണാം. ഇന്ന് രാത്രി ഇവിടെ ചിലത് നടക്കും. എന്നിട്ട് വേണം നമുക്കതിൽ നിന്ന് മുതലെടുക്കാൻ. കള്ളം പറയരുത്. ഞാനത് കണ്ടുപിടിക്കും. എനിക്കതിനുള്ള എല്ലാ സോഴ്സും ഇവിടെയുണ്ട്. സത്യമാണ് മാഡം, ഞാൻ സാറുമായിട്ട് ഒരു അമ്പലത്തിലും പോയിട്ടില്ല. പിന്നെങ്ങനെയാ സാറിന്റെ നെറ്റിയിലും നിന്റെ നെറ്റിയിലും ഒരേ നിറത്തിലുള്ള കുങ്കുമക്കുറി വന്നത്? അതും സാറിന്റെ കാര്യത്തില് ഇതാദ്യമായിട്ടാണ് സാറിന്റെ നെറ്റിയിൽ ഇങ്ങനെ ഒരു കുറി കാണുന്നത്. അത് സാർ ഇന്ന് രാവിലെ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു മാഡം. നിന്റെ വീട്ടിലോ? എന്തിന്? അച്ഛനെ കാണാൻ. അച്ഛനെന്താ പ്രശ്നം? അച്ഛന് പ്രശ്നമൊന്നുമില്ല. മാഡവും രാജാറാം സാറും പറഞ്ഞിട്ട് ഞാൻ രവിവർമ്മൻ സാറിനോട് ഒരു കള്ളം പറഞ്ഞില്ലേ? അച്ഛന് നെഞ്ചുവേദനയാണെന്ന്. സാർ അതന്വേഷിച്ചു വന്നതാ. അമ്മേ, മഹാമായേ! എന്റെ ദേവി, പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പേ ഈ നടയെ വന്ന് കേറിയല്ലോ. എന്റെ കൈക്കുത്തിമേ. ഭഗവതിയെ രക്ഷിക്കണേ. നിന്നെ കാണുമ്പോഴേ അറിയാൻ പറ്റും. മനസ്സാകെ കലങ്ങി മറിഞ്ഞാണല്ലോ ഇരിക്കുന്നത്. ഒരുപാട് കണ്ണീരും ഒഴുക്കി കളഞ്ഞിരിക്കുന്നു. അതെ ഈശ്വരമ്മേ, ഇവിടെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. മോളുടെ അച്ഛന് നെഞ്ചുവേദന വന്നു, വീണു. അങ്ങേര് പോയാ പിന്നെ എനിക്കും മോൾക്കും മറ്റൊരു ലോകമില്ല. കടക്കാരാണെങ്കിൽ വീട്ടിൽ കയറി വന്ന് മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ പിന്നെ മകൾ ദേവി പ്രസാദം അന്യനൊരാളുടെ നെറ്റിയിൽ ചാർത്തി. പ്രേമിക്കുന്നവർ ലോകം തങ്ങളെ കാണുന്നില്ലെന്ന് വിചാരിച്ച് കണ്ണടച്ച് പാല് കുടിക്കും, പൂച്ചകളെ പോലെ. രണ്ട് യുവമിഥുനങ്ങൾ ഈ മുറിയിൽ സ്വയം മറന്ന് ചായ കുടിക്കുന്നത് ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു അല്പം മുമ്പ്. മനഃപൂർവ്വം ഡിസ്റ്റർബ് ചെയ്യാത്തതാ. ഓക്കേ ഓക്കേ, അപ്പോ അതിലേക്കാണ് ഈ വളഞ്ഞു ചുറ്റിയുള്ള വരവ്. അങ്ങനെ രണ്ടുപേർ ചായ കുടിക്കുന്ന കാഴ്ചയിൽ പ്രണയം കണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയുടെ കുഴപ്പമാണ് രാജാറാം. ഐ എം നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. പറയോ നീ? ആഹാ, അത് നീ എങ്ങനെ അറിഞ്ഞു? നിന്റെ ഡിറ്റക്റ്റീവ് പണി ഉഗ്രനായിട്ട് നടക്കുന്നുണ്ടല്ലോ.
ഇവിടെ ഒളിഞ്ഞു നോക്കിയതുപോലെ ശ്രീലക്ഷ്മിയുടെ വീട്ടിലും ഒളിഞ്ഞു നോക്കാൻ വരുമെന്ന് ഞാൻ കരുതിയില്ല. യു ആർ ഇമ്പോസിബിൾ രാജാറാം. ഐ റിയലി കൺഗ്രാറ്റുലേറ്റ് യു. കൊടുക്കേ കയ്യങ്ങ് പള്ളി കൊണ്ട് കൊടുക്ക്. വെറുതെ തമാശിക്കാൻ നിൽക്കാതെ നീ ആ ചെയ്തത് ശരിയാണോ അല്ലയോ എന്ന് പറഞ്ഞാ മതി. ചെയ്തത് ഞാനല്ല സഹോദര, ശ്രീലക്ഷ്മി. ഞാൻ വെറുതെ നിന്നോടുത്തേ ഉള്ളൂ. അതും കുറ്റം തന്നെയാ. നമ്മുടെ ആചാരപ്രകാരം ഭാര്യമാരാണ് ഭർത്താവിനെ തിലകം ചാർത്തി കൊടുക്കുന്നത്. എടോ രാജാവേ, അല്ല രാജാറാമേ, തന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. ഞാനും ശ്രീലക്ഷ്മിയും തമ്മിൽ പ്രേമത്തിലാണോ എന്ന് തനിക്കറിയണം. അതല്ലേ ലക്ഷ്യം? എന്നാ കേട്ടോ, ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ശ്രീലക്ഷ്മി. അവളുടെ നിഷ്കളങ്കത, സ്ട്രെയിറ്റ് ഫോർവേഡായ ആറ്റിറ്റ്യൂഡ്, സിൻസിയാരിറ്റിയെ, എനർജിയെ, ക്രിയേറ്റീവായ മെന്റാലിറ്റി. തൽക്കാലം താൻ ഞങ്ങളുടെ ബന്ധത്തിന് കൂടുതൽ കളർ ചേർക്കണ്ട. അത്രയേ ഉള്ളൂ. നൗ യു ക്യാൻ ലീവ് പ്ലീസ്. ചെറിയൊരു മയക്കം മാതിരി തോന്നി. അപ്പൊ പിന്നെ ഒരു സൗണ്ട് സ്ലിപ്പ് ആയിക്കോട്ടെ എന്ന് കരുതി ഒരു താരാട്ടിന് ശ്രമിച്ചത്. ശ്രുതി ശരിയായില്ലെങ്കിൽ സോറി. അല്ല, ശ്രീലക്ഷ്മി സീറ്റിൽ നിന്ന് പറയാതെ ഇറങ്ങിപ്പോയത് തെറ്റാണെങ്കിൽ വർക്കിംഗ് അവേഴ്സിൽ ഒരാൾ സീറ്റിലിരുന്ന് ഉറങ്ങുന്നതും കമ്പനി റൂൾസിനെതിരാണ്. ഇൻഫാക്ട് തന്നേക്കാൾ യോഗ്യതയുള്ള ഒരൊറ്റ ഒരാളും ഈ ഓഫീസിലില്ല. ഇനി അങ്ങനൊരാൾ ഉടൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഇതെന്റെ ബോധ്യമാണ്. യു ആർ ദ ബെസ്റ്റ് പേഴ്സൺ ഐ എവർ ഗോട്ട് ഇൻ മൈ ഓഫീസ്. ഇതിനകത്തിരിക്കുന്ന ഈ തലച്ചോറ് എനിക്കും എന്റെ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ആ രാജാറാം സർ, ഒരു ചെന്നൈ ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്യണം. യെസ് സർ. ഇന്ന് വേണ്ട, നാളെ ഏർലി മോർണിംഗ്. ഓക്കെ സർ. മോർണിംഗ് 5 o'clock ഒരു ഫ്ലൈറ്റ് ഉണ്ട്, അറേഞ്ച് ചെയ്തോളാം. ഓക്കെ ദെൻ, സീ ടുമോറോ. ബൈ ബൈ സർ. രാജാറാം സാർ, രവിവർമ്മൻ സാറിനോട് കുങ്കുമക്കുറിയുടെ കാര്യം ചോദിക്കാൻ പോയിട്ട് എന്തായി? അടിച്ച് നിലംപരിശാക്കുന്നൊക്കെ പറഞ്ഞിട്ട് സാർ ആള് കൂൾ ആണല്ലോ. സാറിനെ മാറ്റിയെടുക്കാൻ പ്രയാസമാണ് മാഡം. 100% ആർക്കും അത് സാധിക്കില്ല. ഏയ്, അങ്ങനെയൊന്നും ഇല്ല രാജാറാം സാർ. ഉള്ളിന്റെ ഉള്ളിൽ സാർ ഒരു പാവം മനുഷ്യനാ. പക്ഷെ ആ ശ്രീലക്ഷ്മി അതിനെ ശരിക്കും മുതലെടുക്കുന്നുണ്ട്. നമുക്കേതായാലും അവൾ ആദ്യകാലം വെച്ചു പൊറപ്പിക്കാൻ പറ്റില്ല. പ്രോഗ്രാം അനുസരിച്ച് സാറ് നാളെ ചെന്നൈയിലായിരിക്കും. ഇതാണൊരവസരം. രാജാറാം സാർ നോക്കിക്കോ, ഇപ്പൊ തന്നെ ഞാൻ അവളുടെ തലയ്ക്ക് കൂടം കൊണ്ടൊരടി അടിക്കും. ആ വീഴ്ചയിൽ എന്നേക്കുമായിട്ട് കമ്പനിയിൽ നിന്ന് അവൾ ഔട്ടാകണം. ഔട്ടാക്കണം നമുക്ക്. ചൂട്. ചേച്ചി, ചേച്ചി, ചേച്ചി. പപ്പി, ഇതെന്തൊരു നിൽപ്പാണ് ചേച്ചി. ഈ ലോകത്തൊന്നും അല്ലേ. അടുപ്പേ കിടന്നത് കരിഞ്ഞിട്ടും ചേച്ചി ഒന്നും അറിയുന്നില്ലല്ലോ. അയ്യോ, ചേച്ചി വന്നേ, വിഷമിക്കുന്നേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. അതെ അതെ, ആന്റി എന്നോട് പറഞ്ഞാലും മതി. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എല്ലാത്തിനും പരിഹാരം കിട്ടും. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഞാൻ ഗെയിംസ് എടുത്തു തരാം.
അതോ അല്ലെങ്കിൽ റമ്മി കളിച്ചാലും മതി. ആർക്കും ഒരു വിഷമം വരില്ല, സമയവും പോവും. ഇന്നാ മോൻ ഇവിടെ നിന്ന് കളിച്ചോ, ഞങ്ങൾ കുറച്ച് വർത്താനം പറയട്ടെ. വാ. നടത്തുന്നെന്ന് നീയും കാണുന്നതല്ലേ. പക്ഷേ ശ്രീയുടെ അച്ഛൻ സമ്മതിക്കുന്നില്ല. ആ സഹദേവന്റെ ബാധ്യത തീർക്കാൻ പറ്റാത്തതാ ശ്രീയുടെ അച്ഛൻ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം. അത് തീർന്നാലേ വല്ലതും നടക്കൂ. അതെന്റെ ചേട്ടൻ വിചാരിച്ച നിസ്സാരമായി തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ സുദർശനൻ ചേട്ടന് ഒടുക്കത്ത ദുരഭിമാനം. മുൻപൊരിക്കൽ കട തിരിച്ചെടുക്കാൻ പണം തന്ന് സഹായിക്കാന്ന് പറഞ്ഞ് ഈ വീട്ടുനടയിൽ വന്ന ചേട്ടനെ ആ ത്രിസന്ധ്യ നേരത്ത് ഇവിടുന്ന് നാണം കെടുത്തി ഇറക്കി വിട്ടു. ഓർമ്മ കാണും ചേച്ചിക്കത്. അല്ലെങ്കിലേ കരിക്കോത്തി അമ്മയല്ല, സാക്ഷാൽ 33 കോടി ദൈവങ്ങൾ വിചാരിച്ചാലും നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പോവാ. വാ മോനെ, പോവാ. ആന്റി, ടാറ്റ. ശ്രീലക്ഷ്മി വരുമ്പോ പായസം കൊടുക്കാൻ മറക്കല്ലേ. പോവാ. ഫാസ്റ്റിന് എന്തായിരുന്നു? അത് ഉപ്പുമാവും പഴവും. ബെസ്റ്റ്. ലഞ്ചോ? ചോറും സാമ്പാറും തോരനും അവിയലും പിന്നെ നാരങ്ങച്ചാറും ഉണ്ടായിരുന്നു. ആഹാ, വെരി ഗുഡ്. ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് അത്താഴം എന്തായിരിക്കോ എന്തോ? ചപ്പാത്തി ആയിരിക്കോ, അല്ലെങ്കിൽ കഞ്ഞിയും ചമ്മന്തി? അല്ല, നീ ചിക്കൻ മോമോസ് എന്ന് കേട്ടിട്ടുണ്ടോ? പനീർ മട്ടർ മസാല, പോർക്ക് വിൻഡാലോ, ഇറാനി കബാബ്. ഇത് സാറ് വേണം ഫിനാൻസ് മിനിസ്റ്റർ എന്ന് കാണാൻ. ഓ, ഐ സീ. ഓക്കെ, നോ പ്രോബ്ലം, ഞാൻ റെഡിയാണ്. താങ്ക് യു സർ. പിന്നെ നാളെ മിനിസ്റ്റർക്ക് വേറെ പ്രോഗ്രാം ഒന്നുമില്ല. കൂടിക്കാഴ്ചക്ക് കുറച്ച് കൂടുതൽ സമയം കിട്ടും. അപ്പൊ സാറിന് പേഴ്സണലായിട്ട് മിനിസ്റ്ററുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പുതിയ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അതുകൂടി ഡിസ്കസ് ചെയ്യാന്ന് കരുതിയാ ഇന്ന് തന്നെ സാറിനെ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. അയ്യോ, നാളെ പെട്ടെന്ന് പ്രസന്റ് ചെയ്യാൻ പുതിയ പ്ലാനൊന്നും എന്റെ കയ്യിലില്ലല്ലോ. ചേട്ടായിക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടോ? എന്തായിരുന്നു റെസ്പോൺസ്? സാറിന് ആ കോൺസെപ്റ്റ് വളരെ ഇഷ്ടപ്പെട്ടു എന്നാ എനിക്ക് തോന്നിയത്. യെസ്, ഐ നോ ദാറ്റ്. ചേട്ടായിക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഷുവർ ആയിരുന്നു. അല്ല, എന്നിട്ട് ചേട്ടായി അവന് ഓർഡർ കൊടുത്തോ? എത്ര എണ്ണത്തിന്? സാർ ഓർഡർ ഏകദേശം കൊടുക്കുമായിരുന്നു, പക്ഷേ വേറൊരാൾ അതിനെ തടഞ്ഞു. അതുകൊണ്ട് സാർ അത് ക്യാൻസലും ചെയ്തു. തടഞ്ഞോ? ആര്? Who the hell is he? He അല്ല, she. സാറിന് അറിയാം ആളിനെ. റീസെന്റ് ആയിട്ട് കമ്പനിയിൽ ജോയിൻ ചെയ്ത ആള് ശ്രീലക്ഷ്മി. സാറിനെ ആ ഡോറിന് മുന്നിൽ തടഞ്ഞു കുട്ടി. സർ, അവൾ വന്ന ദിവസം തന്നെ ചന്ദനത്തിരി കത്തിച്ചു വെച്ച് ഓഫീസിലെ ജീവനക്കാരെല്ലാം തെക്ക് വടക്ക് ഓടിച്ചിരുന്നു സർ. മാത്രമല്ല, ഇവിടെയുള്ള സീനിയേഴ്സിനെ പോലും വകവയ്ക്കാതെ രവിവർമ്മൻ സാറിനെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ്. അതെ, അവളുടെ അമ്മയും അച്ഛനും വരെ ഇവിടെ കയറി വന്നിരുന്നു സാറിനെ കാണാൻ. അമ്മയും അച്ഛനും വന്നോ? എന്തിന്? സാറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ. സാർ ഒരു നല്ല മനുഷ്യനാണെന്ന് അറിഞ്ഞപ്പോ മുതലുള്ള നീക്കങ്ങളാ. ഇതിപ്പോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കഴിയുന്നെങ്കിൽ സാറിന് മാത്രമേ കഴിയൂ. സാറിന് മാത്രം. അല്ലെങ്കിൽ നാളെ സാറിനും അവളൊരു ഇന്ന് എന്റെ ജീവിതത്തില് മറക്കാൻ പറ്റാത്തൊരു ദിവസം. അതെന്താ കാര്യം? നീ എടുത്ത ലോട്ടറിക്ക് ബമ്പർ അടിച്ചോ? പോടി അവിടുന്ന്. അവളുടെ ഒരു ലോട്ടറിയും ബമ്പറും. അതെ, ഞാൻ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് തയ്യാറാക്കിയ ഒരു പ്രോജക്ട് പ്രപ്പോസൽ ഒരു വിദേശ കമ്പനി അക്സെപ്റ്റ് ചെയ്തു. 850 കോടിയുടെ പ്രോജക്ട്. എത്ര?
850 കോടി. ഇന്നത്തെ വർമ്മൻ ഗ്രൂപ്പിലെ താരം ഈ ഞാനാ. അതുകൊണ്ട് രവിചന്ദ്രവർമ്മൻ സർ വലിയൊരു പാർട്ടി നടത്താൻ തീരുമാനിച്ചു. എനിക്കൊരാൾക്ക് വേണ്ടി മാത്രം. കോൾ അടിച്ചല്ലോ മോളെ. ഉടനെ ഒരു പ്രൊമോഷന് സാധ്യത കാണുന്നു. ചുറ്റിക്കളിക്കോ? മാഡം വലിയ സ്ട്രിക്റ്റ് ആണെന്നേ ഉള്ളൂ. അതങ്ങനെ തന്നെ വേണ്ടേ? ഓഫീസിന്റെ ഓവറോൾ ചുമതല മാഡത്തിനാ. ഓക്കെ. അവർക്ക് രവിവർമ്മൻ സാറുമായിട്ടുള്ള റിലേഷൻ? നീ എന്താ CBIക്ക് പഠിക്കുകയാണോ? രവിവർമ്മൻ സാറ് മാഡത്തിനെ അന്ധമായി വിശ്വസിക്കുന്ന ആളാണ്. മാഡം തികച്ചും സിൻസിയറായി ബിസിനസ്സുകൾ വലുതാക്കാൻ ശ്രമിക്കുന്ന ആളും. അതാണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒഫീഷ്യലായിട്ട് എന്നാ അത് പോരാ. നീ സാന്ദ്ര മാഡത്തിനെ ശരിക്കൊന്ന് നിരീക്ഷിക്കുന്നത് നല്ലതാ. സ്ട്രിക്ട്ലി പേഴ്സണൽ ആയിട്ട് വേണമെങ്കിലും നേടിയെടുക്കാം, എന്ത് വേണമെങ്കിലും. പക്ഷെ സാർ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളല്ല. സാറിനെ പോലെ നല്ലൊരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് സാന്ദ്ര മാഡത്തിന്റെ കാര്യം മറന്നിട്ട് എന്റെ വീട്ടിൽ ആരാ യുദ്ധം ചെയ്യാനുള്ളതെന്ന് പറ. ആരാ വീട്ടിൽ എന്റെ ശത്രു? അത് നിന്റെ അമ്മ തന്നെ, സരോജ ആന്റി. ഇവക്ക് ചെവിയും കേട്ടൂടെ? ആ, എന്താ മോളെ നിന്റെ അമ്മയ്ക്ക് പറ്റിയത്? ഒരു മിണ്ടാട്ടോ ഇല്ല. മൈക്ക് സെറ്റൊക്കെ ഓഫാക്കിയ? എനിക്കറിയില്ല അച്ഛാ. ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പോഴേ ഇതേ അവസ്ഥയില. ഒന്നും ചോദിച്ചാ പറയേയില്ല, മിണ്ടോയില്ല. എന്തോ മൗനവ്രതത്തിലാണെന്ന് തോന്നുന്നു. ഓ, നിന്റെ അമ്മ മൗനവ്രതം? ഓ എന്റെ ഈശ്വര, അങ്ങനെ ഒരു നാളുണ്ടാവോ? ആദ്യം പൂട്ടി വെക്കാൻ പറ്റില്ല. ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ സമ്പാദ്യം, അല്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും സമ്പാദ്യം. എന്താ അല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? എന്തായാലും നിനക്കൊരു മിണ്ടാട്ടം ഇല്ലാത്ത? ഏതൊരച്ഛന്റെ അമ്മയുടെയും ഏറ്റവും വലിയ സമ്പാദ്യം മക്കള് തന്നെയാണ്. മറ്റെന്തും ആർക്കും കവർന്നെടുക്കാം, മക്കളെ മാത്രമേ ആർക്കും നമ്മളിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തത്. തെറ്റ്. ഇവളൊരു പെൺകുട്ടിയാ. ഈ സമ്പാദ്യം നമുക്കുള്ളതല്ല. വേണ്ടി ഞാൻ കടയുടെ താക്കോലുകൊണ്ട് നാട് വിട്ടൊന്നും പോയിട്ടില്ലല്ലോ. കട തുറക്കാൻ ഒരു 10 മിനിറ്റ് താമസിച്ചു. മുതലാളിക്ക് അറിയാലോ, കടയടയ്ക്കേണ്ട സമയം കഴിഞ്ഞിട്ടും കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഒരു മാസത്തിൽ എത്ര ദിവസാ രാത്രി വൈകി ഞാൻ അവിടെ പണിയെടുത്തിട്ടുള്ളത്. ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ 20 മണിക്കൂർ വരെ ഞാൻ പണിയെടുത്തിട്ടുള്ളതാ. ഓ, ചെയ്ത തെറ്റിനെ ന്യായീകരിക്കായിരിക്കും. എന്നാ ഒരു കാര്യം ചെയ്യും, 20 ആക്കണ്ട, 24 മണിക്കൂറും കട നിങ്ങൾ എടുത്തോ. എനിക്ക് എന്റെ ലക്ഷ്യങ്ങൾ ഇങ്ങനെ തിരികെ തന്നാ മതി. ഞാനിനി ഇവിടെ നിന്നാ ശരിയാവില്ല. പോവാ. ചേട്ടന് ആവശ്യമുണ്ടെങ്കിൽ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കാം. ചെലവ് ഞാൻ നോക്കിക്കോളാം. ഒന്ന് സഹായിക്കണം. ശരി ശരി, സഹദേവൻ പൊക്കോ. ഞാൻ പോയി നോക്കട്ടെ അവിടെ എന്താ സംഭവിച്ചെന്ന്. കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അപ്പൊ വീട്ടിൽ നിന്നൊന്ന് മാറി നിന്നാ മതി. ശരിയേട്ടാ, വലിയ ഉപകാരം. വരട്ടെ.
സുദർശൻ തട്ടിപ്പോയ കല്യാണത്തിന്റെ തടസ്സം അതോടെ മാറിക്കിട്ടും. ഒന്ന് പോയി നോക്കുന്നത് നല്ലതാ. പത്മിനി, എടി പപ്പി, നീ ഇതെവിടെയാ? പറയണ സാധനം ഈ മനുഷ്യൻ തരില്ലല്ലോ എന്റെ കരിക്കൊത്തിയമ്മേ. ചേച്ചി വിഷമിക്കാതെ. സുദർശനൻ ചേട്ടൻ ആശുപത്രി വരുന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടറെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. ചേട്ടാ, ആ ശ്രീകുമാർ ഡോക്ടറെ എന്ന് വിളിച്ച് വരാൻ പറ്റുമെന്ന് ചോദിക്കും. ശരി ശരി, ഞാനൊന്ന് നോക്കട്ടെ. തന്നോടല്ലേ പറഞ്ഞത് വേണ്ടെന്ന്? എനിക്ക് ആരുടെ ഒരു സഹായം വേണ്ട. ഒന്നാമത്തെ ഔദ്യോഗിക വിജയത്തെക്കുറിച്ച് ഞാൻ എല്ലാവരോടും പറഞ്ഞു. ആക്ച്വലി വി ആർ പ്ലാനിങ് എ പാർട്ടി ഫോർ യു. സാൻഡ്ര ഒന്നും പറഞ്ഞല്ലേ ശ്രീലക്ഷ്മിയോട്? എന്താടോ ഒരു സൈലൻസ്? ഓ, സാൻഡ്ര ചോദിച്ചപ്പോ പാർട്ടി എവിടെ വേണമെന്ന് പറയാൻ പറ്റി കാണില്ലല്ലേ? നോ പ്രോബ്ലം, അതിനി ഞാൻ തീരുമാനിച്ചോളാം. നമ്മുടെ സിറ്റിയിലെ ഏറ്റവും നല്ല 7 സ്റ്റാർ സ്റ്റാറ്റസ് ഉള്ള ഹോട്ടലിൽ വെച്ച് ഞാൻ തനിക്കുള്ള പാർട്ടി നടത്തും. യു നോ വൈ? ബിക്കോസ് ഐ ആം സോ ഹാപ്പി ഫോർ യു. താനെന്താ ഒന്നും മിണ്ടാത്തത്? ഹലോ ശ്രീലക്ഷ്മി, താൻ ഹാപ്പി അല്ലേ? എന്ത് താൻ കരയാണോ? ഏയ് ശ്രീലക്ഷ്മി, എന്താ സംഭവിച്ചത്? Come on, tell me what happened? ഏയ് കരയാതെ കാര്യം പറയൂ. ഹലോ, എവിടെ കൊണ്ടുപോയി അകത്ത് പൂട്ടിയിട്, അല്ലെങ്കിൽ എനിക്ക് എന്റെ കൈമനക്കെടുത്തേണ്ടി വരും. എന്താടി ചേട്ടൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നിന്റെ ആരും അവിടെ മരിച്ചു കിടക്കുന്നൊന്നുമില്ല. അർദ്ധരാത്രി പോയി കാണാൻ വാ, ഇങ്ങോട്ട് വരാൻ. ഓരോരോ ജന്മങ്ങളും. ശരി സാർ. അപ്പോ ഞങ്ങളങ്ങോട്ട്. താങ്ക് യു ഡോക്ടർ. ഈ സമയത്ത് വിളിച്ച് ബുദ്ധിമുട്ടിച്ചതിൽ ഐ എം റിയലി സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇതൊക്കെ നമ്മുടെ ഡ്യൂട്ടിയല്ലേ. പ്രത്യേകിച്ചും മിസ്റ്റർ രവിചന്ദ്രവർമ്മൻ ഒരു ആവശ്യം പറഞ്ഞ പിന്നെ അതിൽ അപ്പീലില്ല. ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ക്യാൻസർ വാർഡിന് ആരും നൽകാത്ത തുകയാ സാറ് തന്നത്. ആക്ച്വലി വി ആർ ഗ്രേറ്റ്ഫുൾ ടു യു സർ. ഇറ്റ്സ് എ പ്ലഷർ. എനിവേ താങ്ക് യു സോ മച്ച്. കാണാം. വരൂ. നാരങ്ങ പിഴിഞ്ഞത് ഇട്ട് കൊണ്ടുവരട്ടെ? നല്ല ടേസ്റ്റാ. ഓ ആയിക്കോട്ടെ, വളരെ സന്തോഷം. ധൃതി വെക്കണ്ട, പതുക്കെ മതി. ഡ്രൈവർ മരുന്നുമായിട്ട് തിരിച്ചു വരാൻ കുറച്ച് സമയമെടുക്കും. അച്ഛൻ മയങ്ങിക്കോട്ടെ. താൻ വാ, നമുക്ക് കുറച്ചു നേരം പുറത്തേക്ക്.
എന്നെ ഒറ്റക്ക് പുറത്തു കണ്ടല്ലേ അയൽക്കാർ ഞാൻ വല്ല കള്ളനോണം തെറ്റിദ്ധരിക്കും. കമാൺ. അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെയിൻ കുറഞ്ഞ മറ്റെന്തെങ്കിലും ജോലി നമുക്ക് ശരിയാക്കാന്ന്. കമോൺ. ഒരുപാട് കരഞ്ഞ തലവേദന വന്ന് നാളെ തല പൊക്കാൻ പറ്റാത്ത അവസ്ഥ വരും. കമോൺ, cheer up. എന്താ ഏട്ടാ? നീ അത് നോക്കിയേ, അവിടെ ഒരു പൈങ്കിളി സിനിമയുടെ അഭിനയം നടക്കുക. കണ്ണോടക്ക്. cheer up.